അസ്സലാമു അലൈക്കും. പിന്നെ മുളക് നല്ല ഭംഗിയായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അന്നത്ര മുളക് ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ഇപ്പോൾ നല്ല ഇതാണ് മുളക് ചെടിട്ടാ. ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ വളർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ഞാൻ തിരിച്ച് കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ? അത്യാവശ്യം നല്ല വൃത്തിയിലുണ്ടായും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല വലിപ്പമായി കാനകളൊക്കെ, കണ്ടില്ലേ? പച്ച കളറും ആണ്. ഏകദേശം അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ആയി തുടങ്ങി, കണ്ടില്ലേ? എവിടെ നോക്കിയാലും മുളക്. വാ, അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ നമ്മൾ ക്യാമറ അങ്ങോട്ട് എത്തൂലാത്തുള്ളത് കൊണ്ട് ഞാൻ ഉള്ളിലത്തൊന്നും എടുക്കണില്ല. പുറത്ത് കാണുന്നത് മൊത്തം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. പുറത്തുള്ളതൊക്കെ നിങ്ങൾ കണ്ടോളി, കണ്ടില്ലേ? അയ്യവ, നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ. 2 മുളക് ചെടിയാണ്. മുളകിൻ്റെ തൈ എൻ്റെ അവിടെ ഉണ്ട്. അത് കുറേ കാലമായിട്ടുണ്ട്. അതായത് ഞാൻ വീട് വെച്ച ആ കാലം മുതലേ ഉണ്ട്. അത് നശിച്ചു പോകണം ചേട്ടാ. എന്തോ പടച്ചോൻ്റെ കുതിരത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിപ്പോൾ മഴക്കാലമായി. മഴ പെയ്യുന്നതിന് മുന്നേ തീരെ ഇല്ലായിരുന്നു. മഴ അങ്ങോട്ട് പെയ്തു തുടങ്ങിയപ്പോൾ അതങ്ങ് മുളച്ച്. ഒന്നും കൂടി ഉണ്ട് കേട്ടോ, ഒരു തയ്യും കൂടി ഉണ്ട് അവിടെ. ഇതേമാതിരി തന്നെയാണ്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നമ്മൾ രണ്ടാമത്തെ മുളക് തടിയാണ്. മുളകിൻ്റെ മരമാണ് കേട്ടോ. അതിന്മേലും ഇത് അത്യാവശ്യം നന്നായി വളർന്നിട്ടുണ്ട്. അത്യാവശ്യം പറിക്കാനുള്ള വലുപ്പമൊക്കെ ആയി തുടങ്ങിയിരിക്കണം. നിങ്ങൾക്ക് ഇതിലെങ്ങനെ വലുപ്പം മനസ്സിലാവുന്നുണ്ട്, എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നുള്ളതും അറിയില്ല. കണ്ടില്ലേ? ഓ, കാണുന്നില്ലായിരിക്കില്ലേ നിങ്ങൾ? ഞാൻ ഒന്ന് അപ്പുറത്തേക്ക് മാറിക്കാട്ടാ. ഓക്കെ, ഇല്ലേ? അവിടെ ഞാൻ കാണിച്ചതിനെക്കാട്ടി കൂടുതൽ ഇതിമുണ്ട്. അവിടുത്തേനെക്കാട്ടി നല്ല ഉഷാറായിട്ട് ഇതിമ വളർന്നിട്ടുണ്ട്. ഏ, ആഹാ, ഇതിൻ്റെ അടിയിലൊക്കെ കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രസമുണ്ടായി കാണാനൊക്കെ. ഉള്ളിൽ കൂടെ ഇങ്ങനെ വലുതായി കാണുന്നതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. കണ്ടില്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാതെ കഴിച്ചിട്ടുണ്ട് ഇതിമിൽ. അവിടുത്തെ ഞാൻ ആദ്യം നിങ്ങൾ കണ്ടതിനെക്കാട്ടി കൂടുതൽ ഇതിമുണ്ട്. തൽക്കാലം നമുക്ക് നിർത്താം. ആ മുളകിൻ്റെ മാത്രം നിർത്താം. ഇനി ഞങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരുപാടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഒക്കെ ഈ മഴൻ്റെ സമയമാകുമ്പോഴത്തേക്കൊക്കെ സെറ്റാവും. ഞങ്ങൾക്കെല്ലാം കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്യണം. നിങ്ങൾ വീഡിയോ കണ്ട് അങ്ങനെ വിടാണ്ട് ഒന്ന് ലൈക്ക്, ഒന്ന് കമൻറ്റ്, ഒന്ന് ഷെയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്കും ഒരു ഉപകാരമാവും. ഒന്ന് പ്ലീസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത കാഴ്ച വരേക്കും ബൈ.